എൻ്റെ ചോദ്യം എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ സമസ്തയിലെ അംഗങ്ങളായ എൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയൻ്റെ അല്ലെങ്കിൽ ഉസ്താദിൻ്റെയോ ഹക്ക് ജാഹ് ബർക്കത്ത് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്നത്തെ കേരളത്തിലുള്ള സമസ്തക്കാർ. അത് എന്തുകൊണ്ടാണ് തെറ്റാവുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. നമ്മുടെ നാട്ടിൽ സാധാരണ ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തേട്ടം, തവസ്സുൽ എന്ന ഒരു ഓമനപ്പേരിൽ പരിചയപ്പെടുത്തപ്പെടുന്നത്, അതുമായി ബന്ധപ്പെട്ടാണ് ഒന്നാമത്തെ ചോദ്യകർത്താവ് ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഹക്ക് എന്ന പദത്തിന് അവകാശം എന്നാണ് നേരെ അർത്ഥം പറയാവുന്നത്. ജാഹ് എന്നാൽ സ്ഥാനമെന്നും ബറക്കത്ത് എന്നാൽ ഗുണം, വളർച്ച, നന്മ, മേന്മ എന്നൊക്കെയാണ് മലയാളത്തിൽ അതിനർത്ഥം കൽപ്പിക്കാവുന്നത്. അപ്പോൾ ഇന്ന ആളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, ഉദാഹരണമായി പ്രവാചകരുടെ ഹക്ക് കൊണ്ട്, അതല്ലെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് വിവക്ഷ അള്ളാഹുവെ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ അവകാശം വെച്ച്, മുഹീദ്ദീൻ ഷെയ്ഖിന്റെ സ്ഥാനം വെച്ച്, മുഹീദ്ദീൻ ഷെയ്ഖിന്റെ നന്മയും മേന്മയും വെച്ച് ഞാൻ എന്നോട് ചോദിക്കുന്നു എന്നാണല്ലോ അതിന് അർത്ഥം വരുന്നത്. അത്തരമൊരു കാര്യം ഇസ്ലാമികമാകണമെങ്കിൽ, അതുമാത്രമല്ല ഏത് കാര്യവും ഇസ്ലാമികമായി അംഗീകരിക്കപ്പെട്ട വിഷയമാകണമെങ്കിൽ തീർച്ചയായും അതിന് പ്രമാണങ്ങളുടെ പിൻബലമുണ്ടാവണം. എന്നാൽ ഈ രംഗത്ത് പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്ന കാര്യം തീർച്ചയാണ്. മാത്രവുമല്ല, ഇസ്ലാം പഠിപ്പിച്ച രീതിക്ക് തന്നെ ഘടക വിരുദ്ധവുമാണ് അത്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല ആദ്യകാല അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ പ്രധാനിയാണ്. 5 or 6 സ്വഹാബിമാരെ കണ്ടുവെന്ന് അഭിപ്രായം രേഖപ്പെടുത്തപ്പെട്ട പണ്ഡിതൻ കൂടിയാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല. അദ്ദേഹം ദുആയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അദ്ദേഹം പഠിപ്പിക്കുന്നു, വഅക്റഹു അൻ യഖൂല അദ്ദാഇ ബിഹഖി ഫുലാനിൻ വബിഹഖി അംബിയാഇല്ല. ഇന്ന ആളുടെ ഹക്ക് കൊണ്ട് റബ്ബേ ഞാൻ ചോദിക്കുന്നു, പ്രവാചകന്മാരുടെ അവകാശം കൊണ്ട് ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരാൾ പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാനത് വെറുക്കുന്നു. കാരണം അങ്ങനെ ഒരു ഹക്ക് ഒരാൾക്കും തന്നെ ഇല്ല. അങ്ങനെ ചോദിച്ചു വാങ്ങാൻ മാത്രമുള്ള ഒരു അവകാശം, അല്ലാഹു തആല നൽകാത്ത ഒന്ന് മറ്റൊരാളുടെ അവകാശം വെച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അങ്ങനെ നേടാൻ മാത്രമുള്ള ഒരു അവകാശം അള്ളാഹുവിന്റെ പക്കൽ ആർക്കുമില്ല. അതുകൊണ്ട് പ്രാർത്ഥനയിൽ റബ്ബേ ഇന്നവന്റെ ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്ന തേട്ടം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാനത് വെറുക്കുന്നുവെന്ന് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല പഠിപ്പിക്കുകയാണ്. അതേപോലെ സ്ഥാനവും നന്മയും മേന്മയും എല്ലാം അങ്ങനെ തന്നെയാണ്. സ്ഥാനം പലർക്കും ഉണ്ടാവാം. റഹ്മാനായ റബ്ബ് ആർക്കെല്ലാം ഏതെല്ലാം അർത്ഥത്തിൽ സ്ഥാനം നൽകുന്നുവെന്ന് റബ്ബാണ് തീരുമാനിക്കുന്നവൻ. എന്നാൽ ഒരാൾ സ്ഥാനമുള്ളവനാണെങ്കിൽ ആ ആളുടെ സ്ഥാനം കൊണ്ട് എന്റെ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞാൽ അത് ന്യായമല്ല എന്നർത്ഥം. പ്രവാചകന്മാർ സ്ഥാനമുള്ളവരാണ്. സ്വാലിഹുകൾ, മുത്തഖീങ്ങൾ ആ തഖ്വക്കനുസരിച്ച് റബ്ബിന്റെ മക്കൾ സ്ഥാനം നൽകപ്പെടുന്നവരാണ്. പക്ഷേ അല്ലാഹുവേ ഇന്ന വ്യക്തി സ്ഥാനമുള്ളവരാണ്, അതിനാൽ എന്റെ പ്രശ്നം പരിഹരിച്ചു നൽകണമെന്ന ശൈലി അത് ന്യായമല്ല. ഭൗതികമായി പോലും നാം അംഗീകരിക്കുന്നതല്ല എങ്കിൽ ദീനും അത് അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ഇസ്ലാം പരിചയപ്പെടുത്തിയ ശരിയായ തവസ്സുൽ മറുഭാഗത്തുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ പരിചയപ്പെടുത്തി യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് ആ വിശ്വാസികളോട് ഖുർആൻ ആവശ്യപ്പെടുന്നു, ഇത്തഖുല്ലാഹ്, റബ്ബിനെ സൂക്ഷിക്കണം, വബ്തഗു ഇലൈഹിൽ വസീല, അല്ലാഹുവിലേക്ക് നിങ്ങൾ സാമീപ്യമുള്ള മാർഗങ്ങൾ തേടുകയും വേണമെന്നാണ്. വസീല എന്നാൽ സമീപിക്കാനുള്ള മാർഗം, അടുപ്പം സ്വീകരിക്കാനുള്ള വഴി എന്നാണ് വസീല എന്ന പദത്തിന്
അർത്ഥം പറയാവുന്നത്. നിങ്ങൾ റബ്ബിലേക്ക് വസീല തേടണം, സാമീപ്യത്തിലുള്ള മാർഗം തേടണമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തി. അതെന്താണ്? മഹാന്മാരുടെ ഹക്കാണോ, ജാഹാണോ, ബറക്കത്താണോ? ഒരിക്കലുമല്ല. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഒട്ടുമിക്ക ഖുർആൻ വ്യാഖ്യാതാക്കളും ഏത് മുഫസ്സിറിനെടുത്ത് നോക്കിയാലും ആ മുഫസ്സിറുകൾ മുഴുവനും തങ്ങളുടെ തഫ്സീറുകളിൽ ഈ ആയത്ത് നൽകുന്ന വിശദീകരണം ഐ ബിൽ ഖുർബത്തി വത്വാഅ ഔ ബിൽ അഅ്മാലി സ്വാലിഹാത്ത് എന്നൊക്കെയുള്ള ആശയമാണ് ആ തഫ്സീറുകളിൽ കാണാൻ നമുക്ക് സാധിക്കുന്നത്. അഥവാ പുണ്യകർമ്മങ്ങൾ കൊണ്ട്, മഹത്വമായ കർമ്മങ്ങൾ കൊണ്ട്, സ്വാലിഹായ അമലുകൾ കൊണ്ട് നിങ്ങൾ റബ്ബിലേക്കുള്ള സാമീപ്യത്തുള്ള വഴി നേടുക എന്നാണ് ആ ആയത്തിന് വിവക്ഷയായി നൽകപ്പെട്ടത്. അതുകൊണ്ട് ചെയ്തു വെച്ച കർമ്മങ്ങൾ മുഖേന റബ്ബിനോട് പ്രാർത്ഥിക്കാം, കർമ്മങ്ങൾ ചെയ്ത് റബ്ബിന്റെ സാമീപ്യം തേടാം എന്നതല്ലാതെ ഒരു മഹാനായ മനുഷ്യനാണെന്ന് വിചാരിക്കപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ ഉറപ്പുള്ള ഒരാൾ അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടുക എന്ന ശൈലി ശരിയല്ല എന്നർത്ഥം. അവിഷയമായും ചില ഹദീസുകൾ ഉദ്ധരിക്കപ്പെടാറുണ്ടെങ്കിലും അവയൊന്നും തന്നെ സ്വഹീഹായ രൂപത്തിൽ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതുമല്ല. ദുർബലങ്ങളായ ലഈഫായ ചില സംഭവങ്ങൾ അതിന് ഉപരിപരമായി തെളിവായി ചിലർ കൊണ്ടുവരുന്നു എന്നതൊഴിച്ചാൽ സ്വഹീഹായ സ്വീകാര്യോഗ്യമായ ഒരു ഹദീസിൽ പോലും ഇത്തരം ഹക്ക് ജാഹ് കൊണ്ട് തേടാനുള്ള അധ്യാപനം കാണാനും സാധ്യമല്ല. ഉദ്ധരിക്കപ്പെടുന്നവ ദുർബലങ്ങളാണ് എന്ന് ചുരുക്കം. ഉദാഹരണമായി എന്റെ ജാഹ് കൊണ്ട് നിങ്ങൾ തേടുക തവസ്സലൂ ബിജാഹി ഫഇന്ന ജാഹി ഇൻദല്ലാഹി അലീം എന്നൊരു റിപ്പോർട്ട് പ്രവാചകൻ പറഞ്ഞുവെന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നു. അത് സ്വഹീഹല്ല, സ്ഥിരപ്പെട്ട റിപ്പോർട്ടല്ല. എന്റെ ജാഹ് കൊണ്ട് നിങ്ങൾ റബ്ബിലേക്ക് സാമീപ്യം തേടുക, എന്റെ ജാഹ് അള്ളാഹുവിന്റെ പക്കൽ മഹത്വമാണ് എന്നാണ് ആ റിപ്പോർട്ടിന്റെ ആശയം. പക്ഷേ അത് പ്രവാചകൻ പറഞ്ഞുവെന്ന് സ്വഹീഹായ പരമ്പരയിൽ, അംഗീകൃതമായ പരമ്പരയിൽ ഉദ്ധരിക്കപ്പെട്ടതല്ല, ദുർബലമാണ്. അതുപോലെ പ്രവാചകൻ പ്രാർത്ഥിച്ചുവെന്നാണ്, അല്ലാഹുവേ ഇന്നീ അസ്അലുക ബിഹഖി അംബിയാഇക വറസുലിക, അല്ലാഹുവേ നിന്റെ അംബിയാഇന്റെ, നിന്റെ മുർസലുകളുടെ ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നു, യഗ്ഫിർലി ഉമ്മി, അല്ലാഹുവേ എന്റെ വളർത്തുമ്മക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രവാചകൻ ദുആ ചെയ്തുവെന്ന കഥ സ്വഹീഹല്ല, സ്വീകാര്യയോഗ്യമായി ഉദ്ധരിക്കപ്പെട്ടതല്ല. ഇങ്ങനെ ദുർബലങ്ങളും പിൽക്കാലത്ത് വ്യാജമായി നിർമ്മിച്ചവയുമായ കഥകൾ മാത്രമാണ് ഈ കാര്യങ്ങൾക്കുള്ള അവലംബമെന്നല്ലാതെ സ്വഹീഹായ സ്വീകാര്യയോഗ്യമായ ഒരു ഹദീസ് പോലും ഹക്ക് ജാഹ് ബർക്കത്തുമായി ബന്ധപ്പെട്ട തേട്ടങ്ങൾക്ക് ഉദ്ധരിക്കാൻ ഇന്നേ വരെ അത്തരം ആളുകൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് മതത്തിൽ അംഗീകരിക്കപ്പെട്ടതല്ല, പിൽക്കാലത്ത് വന്നവയാണ്, ബിദ്അത്താണ്, പുത്തൻ രീതിയാണ്, പുത്തൻ ആചാരമാണ്. ഇനി അതോടൊപ്പം ഇന്നാളെ ഹക്കോ ജാഹോ ബർക്കത്തോ കൊണ്ട് തേടിയാൽ റഹ്മാനായ റബ്ബ് ഉത്തരം തരാൻ നിർബന്ധിതനായി മാറും, ഉത്തരം തരാതിരിക്കാൻ കഴിയില്ല എന്ന വിശ്വാസമാണെങ്കിൽ അതൊരു വേള കുഫ്റിലേക്കും ശിർക്കിലേക്കും വരെ എത്തിക്കുന്ന വഴിയുമാണ് എന്ന് അതുമായി ബന്ധപ്പെട്ട അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഇതാണ് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു